ഇന്ന് ദീർഘദൂര യാത്രയ്ക്കൊടുവിൽ പാമ്പൻ പാലം എത്തിയിരിക്കുകയാണ്. ഇരുവശങ്ങളിലുമായി നീണ്ടു കിടക്കുന്ന കടൽ, അതിന്റെ മധ്യത്തിലായി 2.5 കിലോമീറ്ററോളം നീളമുള്ള പാമ്പൻ പാലം. 1911 നിർമ്മാണം ആരംഭിച്ച ഈ പാലം 1914 നിർമ്മാണം പൂർത്തീകരിച്ച് 1915 ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു. 100 വർഷത്തിലേറെ കാലം പ്രവർത്തിച്ചിരുന്ന ഈ പാലം 2022 ഡിസംബറോടുകൂടി എന്നേക്കുമായി അടച്ചു. തൊട്ടടുത്തായി തന്നെ പുതിയ പാലത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചു. 2025 ഈ പാലം തുറന്നു കൊടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലവും പാമ്പൻ പാലമാണ്. ഈ ഭീമൻ പാലത്തെ താങ്ങി നിർത്തുന്നത് 144 തൂണുകളാണ്. കപ്പലുകൾക്ക് മുറിച്ചു കടക്കാൻ പറ്റുന്ന രീതിയിലാണ് പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം. പഴയ പാലത്തിൽ റോളിംഗ് ലിഫ്റ്റ് ആയിരുന്നു. പുതിയ പാലമായപ്പോൾ വെർട്ടിക്കൽ ലിഫ്റ്റായി. വെർട്ടിക്കൽ ലിഫ്റ്റുള്ള ഇന്ത്യയിലെ ഏക കടൽപ്പാലം പാമ്പൻ പാലമാണ്. നിർമ്മാണം പൂർത്തിയാവുകയും ട്രയൽ റൺ കഴിയുകയും ചെയ്തുവെങ്കിലും ഈ പാലത്തിന് ഇതുവരേക്കും CRS സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഈ പാലം നിർമ്മിച്ചതിൽ പല അപാകതകളും ഉണ്ടെന്നാണ് CRS ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇത് ഇതുവരേക്കും ഇന്ത്യൻ റെയിൽവേ അംഗീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് പാമ്പൻ പാലം. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഭയമൊക്കെ തോന്നുമെങ്കിലും അതിഗംഭീര കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ. പാലത്തിൻ്റെ ഒരു വശത്തായി ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. എല്ലാം മത്സ്യബന്ധന ബോട്ടുകളാണ്. രാമേശ്വരത്തെ ഭൂരിഭാഗം ആൾക്കാരുടെയും ജോലി മത്സ്യബന്ധനമാണ്. ആ കാഴ്ചകളും കണ്ട് മുന്നോട്ട് പോകുന്നത് രാമേശ്വരത്തേക്കാണ്. ഹിന്ദു വിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് രാമേശ്വരം. ഹിന്ദു പുരാണമായ രാമായണത്തിൽ പറയുന്നത്, ലങ്കാവതിയായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോവുകയും സീതയെ രക്ഷിക്കാനായി ശ്രീരാമൻ രാമേശ്വരത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് ഒരു പാലം നിർമ്മിക്കുകയും ചെയ്തുവെന്നാണ്. അതിപുരാതനമായ ഒരു സ്ഥലം കൂടിയാണ് രാമേശ്വരം. ഇവിടെ ഒരു വലിയ സ്കൂളും ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മ്യൂസിയവും രാമേശ്വരത്തുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് രാമേശ്വരം. അങ്ങ് അകലെയായി കാണുന്നതാണ് രാമേശ്വരത്തെ പ്രസിദ്ധമായ രാമനാഥസ്വാമി ക്ഷേത്രം. രാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമൻ തൻ്റെ പാപപരിഹാരത്തിനായി ഇവിടെ വെച്ചാണ് ശിവനോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ രാമേശ്വരം എന്നറിയപ്പെടുന്നത്. 1600-700 കാലഘട്ടത്തിലാണ് ഈ അമ്പലം പണിയെടുപ്പിക്കുന്നത്. പാണ്ഡ്യ രാജാക്കന്മാർ നിർമ്മിച്ച ഈ അമ്പലം ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇടനാഴിയുള്ള അമ്പലവും കൂടിയാണ്. പൊതുവെ തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന അമ്പലങ്ങളുടെ അതേ മാതൃകയാണ് ഈ അമ്പലത്തിനും. ഈ ഗോപുരങ്ങളും ശില്പങ്ങളും അതിമനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുടുംബ വീട് ഈ അമ്പലത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട തൻ്റെ ഓർമ്മകൾ സ്വന്തം പുസ്തകമായ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളും കണ്ട് പ്രേതനഗരമായ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ദ്വീപ് പോലെ കടലിനുള്ളിലേക്ക് ഒരു അമ്പലം സ്ഥിതി ചെയ്യുകയാണ്. ആ അമ്പലവും കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബീച്ചാണ്. ഞാൻ ആ ബീച്ചിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വണ്ടി നിർത്തി ആ ബീച്ചിലൊന്ന് ഇറങ്ങി. ഈ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമുക്ക് നോക്കാം. ഞാൻ മുന്നോട്ട് നടന്നു. അതിവിശാലമായ ഒരു ബീച്ച്, വിജനമാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ മുന്നോട്ട് നടന്നു. നല്ല വെയിലാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. ഈ വെയിലും ആസ്വദിച്ച് അങ്ങനെ നടന്നു. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കിണർ, ഇതുപോലെ 2 കിണറുകളാണ് ധനുഷ്കോടിയിലുള്ളത്. ചുറ്റിലും കടലാണെങ്കിലും ഈ കിണറിലെ വെള്ളത്തിന് ഉപ്പ് രസമില്ല. ഇതുപോലെ ഇനി ഒരു കിണർ കൂടെ ഉണ്ട്. ആ കിണറിലെ വെള്ളത്തിനും ഉപ്പ് രസമില്ല. ആ കാഴ്ചയും കണ്ട് പുറത്തോട്ട് വരുമ്പോൾ ഒരു കണ്ടെയ്നർ സ്റ്റോർ കണ്ടു. കരകൗശലങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഷോപ്പ്. കാണാൻ കൊള്ളാവുന്ന ഒരുപാട് ഐറ്റംസ് ഈ ഷോപ്പിൽ ഞാൻ കണ്ടു. ആ കാഴ്ചകളും കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു വലിയ മഹാദുരന്തം സംഭവിച്ച് നശിച്ചുപോയ ഒരു വലിയ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ റോഡിൻ്റെ സൈഡിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ കുടിലുകളും നമുക്കിവിടെ കാണാം. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് വെറും 29 കിലോമീറ്റർ മാത്രമാണ് ദൂരം. 1964 അതിഭീകരമായ ഒരു ചുഴലിക്കാറ്റാണ് ധനുഷ്കോടിയിലെ ഈ ദുരന്തത്തിന് കാരണം. ഇതാണ് ധനുഷ്കോടിയിലെ വാച്ച് ടവർ. വാച്ച് ടവറും കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ അവസാനത്തെ റോഡും അവസാനിക്കുകയാണ്. അന്നത്തെ ആ ദുരന്തത്തിൽ ഏകദേശം 1800 പേരാണ്
ഈ ധനുഷ്കോടി നഗരത്തിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമായത്. അതിൻ്റെ കൂടെ പാമ്പൻ പാലം വഴി രാമേശ്വരത്തേക്ക് വന്ന ഒരു ട്രെയിനും അതിലെ 110 യാത്രക്കാരും 5 ജീവനക്കാരും എന്നേക്കുമായി ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. ഒരു ഗവൺമെൻറ് തന്നെ മനുഷ്യവാസയോഗ്യമല്ല എന്ന് പറഞ്ഞ് ബാൻ ചെയ്തൊരു നഗരം. ആ നഗരത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ മുഴുവനായും പ്രദേശവാസികൾ അവരുടെ ഉപജീവനത്തിനായി വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനായി പലതരത്തിലുള്ള ഹാൻഡ് മെയ്ഡായ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും വിൽക്കുകയാണ്. ഒരു ചരിത്ര നഗരം എന്നതിലുപരി ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ശ്രീലങ്കയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാൻ പറ്റും. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളും തീർത്ഥാടകരുമാണ് ധനുഷ്കോടിയിലേക്കും രാമേശ്വരത്തേക്കും എത്തുന്നത്. 1964 ചുഴലിക്കാറ്റിന് പൂർണ്ണമായും കൊണ്ടുപോകാൻ പറ്റാത്തൊരു പള്ളി ഇവിടെയുണ്ട്. ഈ പള്ളിയുടെ പകുതി മാത്രമാണ് ചുഴലിക്കാറ്റ് അന്ന് കൊണ്ടുപോയത്. ബാക്കി പകുതി പഴയ നഗരത്തിൻ്റെ ഓർമ്മയ്ക്കായും ഒരു ചരിത്ര സ്മാരകമായും ഇന്നും ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനെ സംരക്ഷിച്ച് വരികയാണ്. ഈ പള്ളി കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇവിടെ ജീവിച്ചിരുന്നവരെ പറ്റിയാണ്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി എന്നത്തെയും പോലെ ഒരു രാത്രി ഉറങ്ങുന്ന അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല നാളത്തെ സൂര്യോദയം അവർ കാണില്ല എന്ന്. എന്നത്തെയും പോലെ രാവിലെ സ്കൂളിൽ പോകണമെന്നും ജോലിക്ക് പോകണമെന്നും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും മനസ്സിൽ കുറിച്ച് സുഖമായി ഉറങ്ങാൻ കിടന്നവർ നിമിഷ നേരം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവർ യാത്രയായി. ഈ ചരിത്ര നഗരം കണ്ട് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു വിഷമവും നമ്മുടെ മനസ്സിലുണ്ടാകും. 2004 സുനാമിയിൽ ഇവിടുത്തെ കടൽ 16 അടിയോളം ഉൾവലിയുകയും പഴയ നഗരം ഏതാനും നിമിഷങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ സുനാമി ധനുഷ്കോടിയെ അല്പം പോലും ബാധിച്ചിട്ടില്ല. അങ്ങനെ ഈ ദ്വീപിലെ കാഴ്ചകളും ചരിത്രവും ഓർമ്മകളും എല്ലാമായി ഞാൻ ധനുഷ്കോടിയോട് വിട പറയുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത എൻ്റെ യാത്രകളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സ്ഥലത്തേക്കുള്ള എൻ്റെ യാത്ര തുടരുകയാണ്.